ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകോന ഷഷ്ടിതമോധ്യായഃ. 59-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കൃഷ്ണൻ നരകാസുരനെ വധിച്ചപ്പോൾ അവന്റെ അമ്മയായ ഭൂമിദേവി അവൻ അപഹരിച്ച സാധനങ്ങളെല്ലാം കൃഷ്ണന്റെ കാൽക്കൽ വെച്ച് കൃഷ്ണനെ സ്തുതിക്കുന്നു. നരകാസുരന്റെ പുത്രനായ ഭഗദത്തനെ രക്ഷിക്കാനും അപേക്ഷിക്കുന്നു. ഭഗവാൻ ഭഗദത്തന് അഭയം നൽകി നരകാസുരന്റെ രാജധാനിയിൽ പ്രവേശിച്ചു. നരകാസുരൻ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്ന അന്തഃപുരത്തിൽ താമസിപ്പിച്ചിരുന്ന 16,000 കന്യകമാരെയും മോചിപ്പിച്ചു. കൃഷ്ണന് അവർ ഭർത്താവായി വരിച്ചു. അവരെല്ലാം ദ്വാരകയിലേക്ക് തിരിച്ചയച്ചു. എന്നിട്ട് നരകാസുരൻ അപഹരിച്ച സമ്പത്തുകളെല്ലാം ഐരാവത കുലത്തിൽപ്പെട്ട 64 ആനകളടക്കം എല്ലാം ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. അത് കഴിഞ്ഞ് ദേവലോകത്തേക്ക് പോയി അവിടെ ചെന്ന് അതിഥിയുടെ കുണ്ടലം എല്ലാം തിരിച്ചു കൊടുത്തു. ദേവേന്ദ്രനും ഇന്ദ്രാണിയുമൊക്കെ അവരെ ആദരവോടെ സ്വീകരിച്ചു. സത്യഭാമയുടെ ആവശ്യപ്രകാരം പാരിജാത വൃക്ഷം പിഴുതെടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ചു. ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും എതിർത്തു. അവരെ തോൽപ്പിച്ചിട്ട് കൃഷ്ണൻ പാരിജാതവും കൊണ്ട് ദ്വാരകയിലേക്ക് വന്നു. അവിടെ 16,000 സ്ത്രീകളെയും 16 രൂപം ധരിച്ച് ഭഗവാൻ വിവാഹം കഴിക്കുകയും അവർക്ക് ആവശ്യമുള്ള കൊട്ടാരങ്ങളും എല്ലാ സാധനങ്ങളും ദാസിമാരും എല്ലാം നൽകുകയും ചെയ്തു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ഭൂമിർവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധരാം ഭക്തോ ഇച്ഛോ ഉപാത്തരൂപായ ഉപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമസ്തേ ദേവദേവേശ, ദേവന്മാർക്കും ദേവനായ അല്ലയോ ഈശ്വര. ശംഖചക്ര ഗദാധര, ശംഖചക്ര ഗദകളൊക്കെ ധരിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ഭക്ത ഇച്ഛ ഉപാത്ത രൂപായ, ഭക്ത ഇച്ഛ, ഭക്തന്മാരുടെ ഇച്ഛ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഉപാത്ത രൂപായ, സ്വീകരിച്ചിരിക്കുന്ന രൂപത്തോടുകൂടിയ തേ, അങ്ങേക്കായിക്കൊണ്ട് നമഃ, നമസ്കാരം. അപ്പോൾ ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. നമസ്തേ ദേവദേവേശ ശംഖചക്ര ഗദാധരാം ഭക്തേ ഇച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ശ്ലോകം 26. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. നമഃ പങ്കജനാഭായ, പങ്കജം താമര നാഭിയിലുള്ളവനും, പങ്കജമാലിനേ താമര പൂമാല ധരിച്ചവനും, പങ്കജനേത്രായ താമരപ്പൂ പോലുള്ള നീണ്ട കണ്ണുകളോട് കൂടിയവനും, താമര ഇതൾ പോലെ നീണ്ട കണ്ണോട് കൂടിയവനും, പങ്കജ അംഘ്രയെ പങ്കജം പോലെ ഇരിക്കുന്ന പാദങ്ങളോട് കൂടിയവനും, താമര പോലെ മൃദുവായ പാദങ്ങളോട് കൂടിയവനുമായ തേ, അങ്ങേക്കായിക്കൊണ്ട് നമഃ, നമസ്കാരം. ഇപ്പൊ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂ നാഭിയിൽ ധരിച്ചവനും, താമരപ്പൂ കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചവനും,
താമരപ്പൂ പോലെ മൃദുവായ കാലടിയോടും കൂടിയവനായ ദേവന്മാർക്കും ദേവനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ശ്ലോകം 27. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ. വാസുദേവൻ എല്ലായിടത്തും ആത്മാവായിരിക്കുന്നവൻ, എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്നവൻ. വിഷ്ണവേ സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. വ്യാപ്നോതി ഇത് വിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. തുഭ്യം അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാത്തിനും ആശ്രയഭൂതനായിരിക്കുന്നവനും കാരണനായിരിക്കുന്നവനും സർവവ്യാപിയുമായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. പുരുഷായ കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായവൻ, സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായത്. ആദിബീജായ ജഗത് കാരണത്തിന് കാരണമായി ഇരിക്കുന്നത്, അതായത് ലോകസൃഷ്ടിക്കുള്ള കാരണമായിരിക്കുന്നത്, ജഗത്തിന് തന്നെ കാരണമായിരിക്കുന്നത്. പൂർണ്ണബോധായ പൂർണ്ണബോധം ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവതേ ഐശ്വര്യരൂപനായിരിക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളുള്ളവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പല പ്രാവശ്യം പറഞ്ഞതാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഇതാണ് 6 ഗുണങ്ങൾ. അങ്ങനെയുള്ള ഐശ്വര്യപൂർണനായ ഭഗവാൻ തേ നമഃ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ശ്ലോകം 28. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ഭൂമിദേവിയുടെ സ്തുതിയാണ് 25 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങൾ. അജായ ജനയിത്രേ അസ്യ ബ്രഹ്മണേ അനന്തശക്തയെ പരാപരാത്മൻ കാരണമായും കാര്യമായും ഇരിക്കുന്നവനെ, ഭൂതാത്മൻ ഭൂതസ്വരൂപനായുള്ളവനെ, എല്ലാ ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനെ, പരമാത്മൻ സർവ അന്തര്യാമിയായിട്ടുള്ളവനെ, എല്ലാ ഭൂതങ്ങളിലും ആത്മാവായിട്ടുള്ളവനെ, ബ്രഹ്മണേ ഏറ്റവും വലുതും, അനന്തശക്തയെ അനന്തമായ ശക്തിയോടുകൂടിയവനും, അസ്യ ഇതിന്റെ ജനയിതാവും, അജായ ജനനമില്ലാത്തവനുമായ തേ നിന്തിരുവടിക്കായിക്കൊണ്ട് നമോസ്തുതേ നമസ്കാരം. അപ്പൊ ഭഗവാൻ ലോകത്തിനെ സൃഷ്ടിച്ചു. അപ്പൊ സർവചരാചര രൂപമായിരിക്കുന്ന ലോകത്തെ സൃഷ്ടിച്ചവനും എന്നാൽ ജന്മാതിഹീനനാണ്, ജനനമില്ലാത്തവനാണ്, അനന്തമായ ശക്തിയുള്ളവനാണ്, ബ്രഹ്മസ്വരൂപനാണ്, സർവ അന്തര്യാമിയാണ്, സർവഭൂതസ്വരൂപനാണ്, എല്ലാ ഭൂതങ്ങളിലും അന്തര്യാമിയായി അല്ലെങ്കിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നവൻ, കാര്യകാരണമായിരിക്കുന്നവനുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയെ പാരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ശ്ലോകം 29. ത്വം വൈ സൃക്ഷുരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിപർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗതോ ജഗത്പദേ കാലപ്രധാനം പുരുഷോ ഭവാൻ വരാം. ത്വം വൈ സൃക്ഷു രജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ അസംവൃത എന്നാണ്. ബിഭർഷ അസംവൃത സ്ഥാനായ സത്വം ജഗതഃ ജഗത്പദേ കാലഃ പ്രധാനം പുരുഷഃ ഭവാൻ പരഃ. ജഗത്പദേ ഹേ ലോകനാഥ പ്രഭോ സർവസമർത്ഥ ത്വം വൈ അങ്ങ് തന്നെ ജഗതഃ ലോകത്തിന്റെ ശുശ്രൂഷു സൃഷ്ടിയിൽ ഇച്ഛയോടുകൂടിയവനായി ഉൾക്കടം പ്രകടമായ രജസിനെയും നിരോധ നശിപ്പിക്കാനായിക്കൊണ്ട്
തമസിനെയും സ്ഥാനായ പാലിക്കാനായിക്കൊണ്ട് സത്വത്തെയും വിവർഷി ഭരിക്കുന്നു. അപ്പൊ അങ്ങ് രജോ ഗുണം പൂണ്ട് സൃഷ്ടിക്കുന്നു, തമോ ഗുണം പൂണ്ട് നശിപ്പിക്കുന്നു, സത്വഗുണം പൂണ്ട് സംരക്ഷിക്കുന്നു. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരം. അസമൃത മറയ്ക്കപ്പെടാത്തവനും പുരുഷനുമായിരിക്കുന്ന പരനായ ഭവാൻ നിന്തിരുപടി കാലവും പ്രധാനവുമാകുന്നു. കാലവും പ്രധാനമായും ജീവനുമായിരിക്കുന്ന അങ്ങ് ഇവയാൽ അശേഷവും വ്യാപിക്കപ്പെടാത്തവനാൽ അവ എല്ലാറ്റിൽ നിന്നും പരവുമാണ്. അപ്പൊ അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് എന്താണ് രജോ ഗുണം, സത്വഗുണം, തമോ ഗുണമൊക്കെ പൂണ്ടിരിക്കുന്നുവെങ്കിലും അങ്ങ് ഗുണാതീതനാണ്, എല്ലാത്തിനും അതീതനാണ്, പരനാണ്. ത്വൈസ് സൃക്ഷോ രജ ഉത്കടം പ്രഭോ തമോ നിരാതായ വിവർഷ സംവൃത സ്ഥാനായ തത്വം ജഗതോ ജഗത്പദേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരാം. ശ്ലോകം 30. അഹം ഭയോ ജ്യോതിർ അധാനിലോ നഭോ മാത്രാണി ദേവ മന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവന്നയം ഭ്രമാ. അഹം പയഃ ജ്യോതിഃ അധ അനിലഃ നഭോ മാത്രാണി ദേവ മന ഇന്ദ്രിയാണി കർത്താ മഹാൻ ഇതി അഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. അഹം ഞാൻ, ഭൂമി, പയഃ ജലം, ജ്യോതിഹി അഗ്നി, അനില വായു, നഭ ആകാശം, അതായത് പഞ്ചഭൂതങ്ങൾ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ. മാത്രാണി, അതായത് ശബ്ദാദി വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധം. ദേവാഹ ദേവന്മാർ, മനഃ മനസ്സ്, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, കർത്താവായ അഹങ്കാരം, മഹാൻ മഹത്വായ ബുദ്ധി. ഇത് ഇങ്ങനെ അഖിലം സമസ്തമായ ചരാചരം, ചരവും അചരവുമായ ഭഗവൻ നിരതിശയമായ ഐശ്വര്യത്തിന്റെ നിദാനമേ, അദ്വിതീയേ അന്യമായിട്ടൊന്നുമില്ല, രണ്ടില്ലാത്ത ഒന്ന്, അദ്വിതീയം. തൊയ് നിങ്കൽ അയം ഇത് ഭ്രമമാകുന്നു. അപ്പൊ എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ഇച്ഛിക്കുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ മായാശക്തിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരതത്വം, അതിൽ നിന്നാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്, അഹങ്കാരം ഉണ്ടാകുന്നത്. പിന്നെ സാത്വികാഹങ്കാരം, താമസികാഹങ്കാരം, പിന്നെ രാജസികാഹങ്കാരം ഒക്കെ ഉണ്ടാകും. ഇതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ടാകുന്നത്, ഇതിൽ നിന്നാണ്. അപ്പൊ എല്ലാം അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ സമസ്തമായ ഈ ചരാചരവും അദ്വിതീയനായ അങ്ങയിൽ തോന്നുന്ന ഭ്രമം മാത്രമാകുന്നു. മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് വെള്ളിയെന്നും കയറിനെ കണ്ടിട്ട് പാമ്പെന്നും വിചാരിച്ച് സന്തോഷിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ മുത്തുച്ചിപ്പി എന്ന് പറയുന്നത് വേറെയാണ്, വെള്ളി വേറെയാണ്, കയറെന്ന് പറയുന്നത് അത് പാമ്പല്ല കയറ് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാകും. അതുപോലെ വെള്ളി മുത്തുച്ചിപ്പിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പോലെ അങ്ങയുടെ യഥാർത്ഥ തത്വം ലോകത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു. അപ്പൊ ആൾക്കാര് ലോകം വേറെ ഭഗവാൻ വേറെ, നമ്മൾ വേറെ ഭഗവാൻ വേറെ എന്ന് വിചാരിക്കും. ഇല്ല, എല്ലാം ഭഗവാനിൽ നിന്ന് വന്നത് തന്നെ, എല്ലാം ഭഗവാൻ തന്നെയാണ്. അത് അങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ ഭ്രമമാണ്. അഹംഭയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവ മന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവന്നയം ഭ്രമഃ. ശ്ലോകം 31. തസ്യാത്മജോയം തവ പാദപങ്കജം പീതപ്രപന്നാർത്തികരോപസാദിത തത്പാലയൈനം കുരുഹസ്തപങ്കജം ശിരസ്യമുഷ്യാകില കൽമഷാപകം. തസ്യാത്മജഃ അയം തവ പാദപങ്കജം ഭീതഃ പ്രപന്നാർത്തി ഹര ഉപാസിതഃ തത്പാലയ ഏനം കുരു ഹസ്തപങ്കജം ശിരസ്യ അമുക്ഷ അഖില കൽമഷാപകം. പ്രപന്നാർത്തിഹര, ശരണം പ്രാപിച്ചവരുടെ ദുഃഖത്തെ തീർക്കുന്ന
ഹരേ ഭീതഹ ഭയപ്പെട്ടിരിക്കുന്ന തസ്യ ആത്മജായം അവന്റെ പുത്രനായ ഇവൻ. ഇപ്പൊ ഭൂമിദേവിയുടെ മകനാണല്ലോ നരകാസുരൻ. അപ്പൊ നരകാസുരൻ മരിച്ചപ്പോൾ അവന്റെ പുത്രൻ ഭഗദത്തൻ പേടിച്ചിരിക്കുകയാണ്. തസ്യ ആത്മജായം അവന്റെ പുത്രനായ ഇവൻ തവ അങ്ങയുടെ പാദപങ്കജം താമരപ്പൂ പോലിരിക്കുന്ന പാദത്തെ ഉപാധിത പ്രാപിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അങ്ങയെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ. അവന് വേറെ ആരുമില്ല. നരകാസുരൻ മരിച്ചല്ലോ, പിന്നെ അവന്റെ പുത്രൻ ഭഗദത്തനേ ഉള്ളൂ. അതുകൊണ്ട് ഏനം ഇവനെ പാലയ രക്ഷിച്ചാലും. അപ്പൊ ഭൂമിദേവി ഇവിടെ മകനായ നരകാസുരൻ മരിച്ചു. അപ്പോൾ ഭൂമിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ആ നരകാസുരന്റെ മകനായ ഭഗദത്തൻ അവൻ ഭയപ്പെട്ടിരിക്കുകയാണ്, അവനെ അങ്ങ് രക്ഷിക്കണം. അഖില കൽമഷാപകം സകല പാപത്തെയും നശിപ്പിക്കുന്ന ഹസ്തപങ്കജം കരകമലത്തെ അമുഷ്യ ഇവന്റെ ശിരസിൽ ഗുരു ചെയ്താലും, ഇവന്റെ ശിരസിൽ അങ്ങയുടെ കരപങ്കജം വെച്ച് അനുഗ്രഹിച്ചാലും എന്ന് ഭൂമിദേവി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. തസ്യാത്മജോയം തവപാദ പങ്കജം ഭീതപ്രവന്നാർത്തികരോപസാധിത തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യമുഷ്യാകില കൽമഷാപകം. ശ്ലോകം 32. ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്തിതോ വാക്വീർ ഭഗവാൻ ഭക്തി നമ്രയാ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശ സകല കൃത്യമത്. ഇതി ഇപ്രകാരം ഭക്തി നമ്രയ ഭക്തി കൊണ്ട് നമിച്ചവളായ ഭൂമിയാൽ വാക്കുകളാൽ അർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ അഭയത്തെ ദത്വ. അപ്പൊ അവന്റെ നരകാസുരന്റെ മകനായ ഭഗദത്തന് അഭയം നൽകിയിട്ട് സകല കൃത്യമത് സകല സമൃദ്ധിയോടുകൂടിയ ഭൗമഗ്രഹത്തെ പ്രവേശിച്ചു. നരകാസുരന്റെ രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ശ്രീശുവാച ഇതി ഭൂമ്യാർത്തിതോ വാക്പേർ ഭഗവാൻ ഭക്ത നമ്രയാ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശ സകല കൃത്യമത്. ശ്ലോകം 33. തത്ര രാജന്യ കന്യാനാം ഷട്സഹസ്രാധികായുധം ഭൗമാഹൃതാനാം വിക്രമ്യ രാജേഭ്യോ ദദൃശേ ഹരിഹി. രാജഭ്യഃ ദദൃശേ ഹരിഹി രാജഭ്യഃ രാജാക്കന്മാരിൽ നിന്ന് വിക്രമിച്ചിട്ട് രാജാക്കന്മാരിൽ നിന്ന് ബലാത്കാരമായിട്ട് ഭൗമാഹൃതാന നരകനാൽ അപഹരിക്കപ്പെട്ട ഷട്സഹസ്രായുധം 16,000 സഹസ്ര അധികായുധം എന്നുവെച്ചാൽ 16,000-ൽ പരമൊന്ന് 16,000 എന്ന് പറയാം. 16,000-ത്തിലധികം. അതായത് ചിലതിൽ പറയുന്നു 16,000, ചില പുരാണത്തിൽ 16,100 എന്നും പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ 16,000-ൽ പരം എന്ന് പറഞ്ഞത്, അധികം. രാജന്യകന്യ രാജകന്യകളെ രാജസ്ത്രീകളെ ഹരി കൃഷ്ണൻ തത്ര അവിടെ കണ്ടു. അപ്പോൾ പല സ്ഥലത്തു നിന്നും ബലാത്കാരനെ പിടിച്ചുകൊണ്ടുവന്ന രാജകുമാരിമാരെ അവിടെ അന്തപുരത്തിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു നരകാസുരൻ. അവരെയെല്ലാം ഭഗവാൻ കണ്ടു. തത്ര രാജകന്യാനാം ഷട്സഹസ്രാധികായുധം ഭൗമാകൃതാനാം വിക്രമ്യ രാജേഭ്യോ ദദൃശേ ഹരിഹി. ശ്ലോകം 34. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഹ മനസാ വവ്രിരേ അഭീഷ്ടം പതിം ദൈവോപസാദിതം. തം പ്രവിഷ്ടം സ്ത്രീയഃ വീക്ഷ്യ നരവീരം വിമോഹിതാഹ മനസാ വവ്രിരേ അഭീഷ്ടം പതിം ദൈവ ഉപസാദിതം. പ്രവേശിച്ച, അതായത് നരകാസുരന്റെ രാജധാനിയിൽ പ്രവേശിച്ച നരവീരം തം നരശ്രേഷ്ഠനായ അവനെ കൃഷ്ണനെ വീക്ഷ്യ കണ്ടിട്ട് വിമോഹിത മോഹിച്ചവരായ സ്ത്രീകൾ അതായത് നരകാസുരൻ അടച്ചിട്ടിരുന്ന സ്ത്രീകൾ ദൈവോപസാദിതം ദൈവത്താൽ സമീപം പ്രാപിക്കപ്പെട്ട ഇഷ്ടനായ പതി ഭർത്താവായിട്ട് മനസ്സുകൊണ്ട് അവരുടെ മരിച്ചു. ഇപ്പൊ കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ അയ്യോ ഞങ്ങളുടെ ഭർത്താവായിട്ട് ഭഗവാൻ വരണേ എന്ന് അവർ പ്രാർത്ഥിച്ചു. കാരണം എന്താണ്? ഇവരെ പിടിച്ചുകൊണ്ടുവന്നതാണ്. ഇനി ഇവർ തിരിച്ചു പോയാൽ ആരും ഇവരെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇവർ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്.
അതുകൊണ്ടാണ് ഭഗവാൻ അവരെ സ്വീകരിച്ചത്. അപ്പൊ ചിലർ ഇത് വിമർശനമായിട്ട് പറയും, 16,000 ഭാര്യമാരെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ പോയി ആത്മഹത്യ ചെയ്യാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ അവരെ എല്ലാം സ്വീകരിച്ചു. അപ്പൊ അവര് ഭർത്താവായിട്ട് ഭഗവാനെ തന്നെ വരിച്ചു. തം പ്രവിഷ്ടം സ്ത്രീയോ വീക്ഷ്യ നരവീരം വിമോഹിതാഹ മനസാപവൃരേ അഭീഷ്ടം പതിം ദൈവോപസാദിതം. ശ്ലോകം 35. ഭൂയാത് പതിരയം മഹ്യം താദാതനുമോദതാം തത് അനുമോദതാം ഇതി സർവ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധുഃ. ഭൂയാത് പതിഹി അയം മഹ്യം. മഹ്യം എനിക്ക്, അയം ഇവൻ, പതിഹി ഭർത്താവായിട്ട് ഭൂയാത് ഭവിക്കണമേ. അപ്പോൾ ഓരോ സ്ത്രീകളും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ഇവൻ എനിക്ക് ഭർത്താവായി ഭവിക്കണമേ. താതാ ബ്രഹ്മാവ് തത് ഇതിനെ അനുമോദത അനുമോദിക്കട്ടെ. അപ്പൊ ബ്രഹ്മാവ് അതിന് അനുകൂലിക്കണമേ. ഇത് ഇപ്രകാരം സർവാഹ എല്ലാവരും പൃഥക് വെവ്വേറെ ഭാവേന ഭാവം കൊണ്ട് കൃഷ്ണനിൽ ഹൃദയം മനസ്സിനെ ദതുഹു ധരിച്ചു. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ ആ കൃഷ്ണനെ ഭർത്താവായിട്ട് മനസ്സിലങ്ങ് സങ്കല്പിച്ചു. അവൻ ഭർത്താവായി വരണേന്ന് എല്ലാവരും അങ്ങ് വിചാരിച്ചു. ഭൂയാത് പതിരയം മഹ്യം താതാ തദനുമോദതാം ഇതി സർവ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദതു. ശ്ലോകം 36. താ പ്രാഹിണോ ദ്വാരവതീം സുമൃഷ്ട വിരജോംബര നരയാനൈർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. താഹ പ്രാഹിണോ ദ്വാരവതി സുമൃഷ്ട വിരജഃ അംബരഃ നരയാനൈഹി മഹാകോശാൻ രഥ അശ്വാൻ ദ്രവിണം മഹത്ത്. അപ്പം നരകാസുരൻ അപഹരിച്ചു വെച്ചിരുന്ന എല്ലാ സമ്പത്തും ഭഗവാൻ എന്ത് ചെയ്തു? ദ്വാരകയിലേക്ക് അയച്ചു. താഹ പ്രാഹിണോ ദ്വാരവതി സുമൃഷ്ട വിരജ അംബര പരിശുദ്ധങ്ങളും നിർമ്മല വസ്ത്രങ്ങൾ ധരിച്ചവരുമായ താഹ അവരെ ശിബികകൾ നരയാനൈ എന്നുവെച്ചാൽ പല്ലക്കുകൾ ഇതിലൊക്കെ ഇരുത്തി ദ്വാരകയിലേക്ക് അയച്ചു. പിന്നെ സ്ത്രീകളെ ദ്വാരകയിലേക്ക് അയച്ചു. അതുപോലെ മഹാകോശൻ വലിയ ഭണ്ഡാരങ്ങളെയും നരകാസുരൻ അപഹരിച്ചു വച്ചിരുന്ന ധനങ്ങളെയും രഥ അശ്വാൻ രഥം കുതിര തേര് മുതലായവയും മഹത്തായ ദ്രവിണം ധനത്തെയും പ്രാഹിണോ അയച്ചു. അപ്പോൾ നരകാസുരൻ അപഹരിച്ചിരുന്ന സ്ത്രീകളെയും ധനത്തെയും കുതിരകളെയും എല്ലാം ദ്വാരകയിലേക്ക് അയച്ചു. താ പ്രാഹിണോ ദ്വാരവതി സുമൃഷ്ടവിരജോംബര നരയാനൈർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹാ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇവരെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരുടെയൊക്കെ കുളിച്ച് നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇവരെ പല്ലക്കിലിരുത്തി അങ്ങ് ദ്വാരകയിലേക്ക് അയക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരെല്ലാം പരിശുദ്ധകളായി. ശ്ലോകം 37. ഐരാവത കുലേംഭാം ച ചതുർദന്താം തരസ്വിനഃ പാണ്ഡൂരാം ച ചതുഷ്ഷഷ്ടീം പ്രേഷയാമാസ കേശവഃ. ഐരാവത കുലേഭാൻ ഐരാവത കുലേ ഇഭാൻ ഐരാവത കുലേഭാൻ ഐരാവത കുലത്തിൽ ജനിച്ച ഇഭ എന്ന് വെച്ചാൽ ആനയാണ്. ഇഭാൻ ആനകളെയും ചതുർദന്താൻ തരസിന അതിന് 4 കൊമ്പുകളുണ്ട്. തരസിന വേഗമുള്ളവയാണ്. പാണ്ഡൂരാൻ ധവള നിറമുള്ളവനാണ്, അതായത് വെളുത്ത നിറമുള്ള വെള്ള ആന, 4 കൊമ്പുള്ള വെള്ള ആന വേഗത്തിലുള്ളത്. ഐരാവതത്തിന്റെ കുലത്തിൽ ജനിച്ച ആനകളാണ്. അത് എത്രയുണ്ട്? ചതുഷ്ഷഷ്ടി 64 ആന. അതിനെ കേശകൃഷ്ണൻ പ്രേഷയാമാസ അതും ദ്വാരകയിലേക്ക് അയച്ചു. ഐരാവത കുലേഭാംശ്ച ചതുർദന്താം തരസ്വിനഃ പാണ്ഡൂരാം ച ചതുഷ്ഷഷ്ടീം പ്രേഷയാമാസ കേശവഃ. ശ്ലോകം 38. ഗത്വാ സുരേന്ദ്ര ഭവനം ദത്വാ ആദിത്യൈ ച കുണ്ഡലേ പൂജിത സ്ത്രീ ദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ. ഗത്വാ സുരേന്ദ്ര ഭവനം ദേവേന്ദ്രന്റെ ഭവനത്തെ ഗത്വാ ഗമിച്ചിട്ട് അതിഥിക്കായിക്കൊണ്ട്
കുണ്ടലങ്ങളെ ദത്വ നൽകിയിട്ട് സഹേ ഇന്ദ്രാണ്യ ഇന്ദ്രാണിയോടുകൂടിയ ത്രിദശേന്ദ്രേണ ദേവേന്ദ്രനാൽ സപ്രിയ ഭാര്യാസഹിതനായ ഭഗവാൻ പൂജിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെയും ധനത്തെയും എല്ലാം ദ്വാരകയിലേക്ക് അയച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അതിഥിയുടെ കുണ്ടലമൊക്കെ ഉണ്ടല്ലോ, അത് നരകാസുരൻ അപഹരിച്ചു വെച്ചിരുന്നു, അതെല്ലാം ഭൂമിദേവി ഭഗവാന് സമർപ്പിച്ചല്ലോ. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി ഇവിടെ പോയി? സ്വർഗത്തിലേക്ക് പോയി. ദേവേന്ദ്രന്റെ ഭവനത്തെ സുരേന്ദ്ര ഭവനം കത്വ, സുരേന്ദ്രന്റെ ഭവനത്തെ ദേവേന്ദ്രന്റെ ഭവനത്തെ പ്രവേശിച്ചിട്ട് ആ അതിഥിക്കായിക്കൊണ്ട് ദേവമാതാവായ അതിഥിക്കായിക്കൊണ്ട് കുണ്ടലങ്ങളെ ദത്വ നൽകിയിട്ട് സഹ ഇന്ദ്രാണിയോടുകൂടിയ, അപ്പൊ ഇന്ദ്രാണിയും ദേവേന്ദ്രനും ഭാര്യ സഹിതനായ ഭഗവാനെ പൂജിച്ചു. അപ്പൊ ഭഗവാൻ ചെന്നപ്പോൾ ഇന്ദ്രാണി ദേവേന്ദ്രൻ ഭഗവാനെ പൂജിച്ചു. അപ്പൊ ഭഗവാൻ അതിഥിയുടെ കുണ്ടലമൊക്കെ തിരിച്ചു കൊടുത്തു. യത്വാ സുരേന്ദ്ര ഭവനം ദത്വാ അതിഥൈച കുണ്ടലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാച സപ്രിയ ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജത്യോ ഉപാനയത്പുരം. ചോദിതഃ ഭാര്യയാ ഉത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സ ഇന്ദ്ര വിബുധാൻ നിർജിത്യ ഉപാനയത് പുര. ഭാര്യയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി, അതായത് സത്യഭാമയ്ക്ക് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു പാരിജാത വൃക്ഷം കൊടുക്കാമെന്ന്. സത്യഭാമയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി പാരിജാതത്തെ ഉത്പാട്യ പിഴുതെടുത്തു. അപ്പോൾ സത്യഭാമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരിജാതം അവിടെ കണ്ടു, പാരിജാതത്തെ പിഴുതെടുത്ത് ഗരുത്മതി ഗരുഡനിൽ ആരോപ്യ കയറ്റി, പാരിജാത വൃക്ഷം എടുത്ത് ഗരുഡന്റെ പുറത്ത് വച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സേന്ദ്രാൻ ഇന്ദ്രനോടുകൂടിയ വിവിധാൻ ദേവന്മാർ അതിനെ എതിർക്കാൻ വന്നു. അവർ സമ്മതിച്ചില്ല. അതായത് സ്വർഗത്തിൽ മാത്രമുള്ള വൃക്ഷമാണ് പാരിജാതം. അപ്പൊ അതിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഭഗവാൻ ഇത്രയൊക്കെ ഉപകാരം ചെയ്തിട്ടും ആ ഇന്ദ്രന്റെ മതം ആലോചിച്ചു നോക്കണം. ഭഗവാൻ ഒരു വൃക്ഷം എടുത്തപ്പോൾ അതിനെ അവിടെ എതിർക്കുകയാണ്. അതാണ് ധനമതം കൊണ്ടുള്ള അഹങ്കാരം. നമുക്കും ഇതുപോലെയാണ്. എല്ലാ സമ്പത്തുകളും വരുമ്പോൾ പിന്നെ നമ്മൾ ഭഗവാനെ മറന്നുപോകും. പലരും അങ്ങനെയാണല്ലേ. എല്ലാ സമ്പത്തുകളും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭഗവാനെയോ ഗുരുവിനെയോ ഒന്നും ഓർമ്മിക്കുകയില്ല. അപ്പൊ ഇവിടെ ഇന്ദ്രനും അതാണ്. ഇന്ദ്രന് എല്ലാം കിട്ടി, തൻ്റെ പദവിയും അതുപോലെ അമ്മയുടെ കുണ്ടലും എല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ ഒരു പാരിജാത വൃക്ഷം ഭഗവാൻ എടുത്തതിന് ഇന്ദ്രൻ ഭഗവാനോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സേന്ദ്രാൻ വിബുധാൻ ഇന്ദ്രനോടുകൂടിയ ദേവന്മാരെ ജയിച്ചിട്ട് ഭഗവാൻ അവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ചിട്ട് പുരം ഉപാനയ തിരിച്ച് പാരിജാതം കൊണ്ട് ദ്വാരകയിലേക്ക് പോരുകയും ചെയ്തു. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജത്യോ ഉപാനയത് പുരം. ശ്ലോകം 40. സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭനഃ അന്യഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധ അസവലംബടാം. സ്ഥാപിതഃ സത്യഭാമായ ഗൃഹ ഉദ്യാന ഉപശോഭനഃ. സത്യഭാമയുടെ ഗൃഹ ഉദ്യാന ഉപശോഭന, ഗൃഹത്തിലുള്ള ഉദ്യാനത്തെ ഏറ്റവും ശോഭിപ്പിക്കുന്നതായി, അതായത് ദ്വാരകയെ കൊണ്ടുവന്ന് സത്യഭാമയുടെ ഉദ്യാനത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പാരിജാതത്തെ നട്ടു. അപ്പൊ ഉദ്യാനത്തെ ഏറ്റവും ശോഭിപ്പിക്കുന്നതായി സ്ഥാപിക്കപ്പെട്ടു. പാരിജാതം നട്ടു. ഗന്ധ അസവലംബട, അതിന്റെ ഗന്ധത്തിലും അസവ എന്ന് വെച്ചാൽ തേനിലും താല്പര്യമുള്ള ഭ്രമരാഹ വണ്ടുകൾ സ്വർഗത്തിൽ നിന്ന് അനുഗമിച്ചു. അപ്പൊ പാരിജാതം പിഴുതുകൊണ്ട് വന്നപ്പോ അതിന്റെ ഗന്ധത്തിൽ താല്പര്യമുള്ള വണ്ടുകൾ കൂടെ ഇങ്ങ് പോന്നു. ദ്വാരകയിലോട്ട് സ്വർഗത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് വന്നു. സ്ഥാപിത സത്യഭാമായ
ഗൃഹോദ്യാനോപശോഭന അന്വഗുർഭ്രമര സ്വർഗ തദ്ഗന്ധാസഫലംബട. ശ്ലോകം 41. യയാജാനമ്യ കിരീടകോടിഭി പാദൗ സ്പൃശൻ അച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യതേ മഹാൻ അഹോ സുരാണാം ച തമോ ധിഘാഢ്യതാം. യയാജ ആനമ്യ കിരീടകോടിഭിഹി. കിരീടകോടിഭിഹി, കിരീടത്തിന്റെ അഗ്രഭാഗം കൊണ്ട് ആനമ്യ നമസ്കരിച്ചിട്ട്. അപ്പൊ ഇന്ദ്രന് തെറ്റ് മനസ്സിലായി. ഇന്ദ്രായൻ പിന്നീട് ഭഗവാനെ നമസ്കരിച്ചു. അതായത് തലകുനിച്ച് നമസ്കരിച്ചപ്പോൾ കിരീടം കാലിൽ തൊട്ടു. പാദങ്ങളെ സ്പർശിക്കുന്നവരായിട്ട് അച്യുത കൃഷ്ണനോട് അർത്ഥസാധനം, കാര്യത്തിന്റെ സാധ്യതയെ യയാജെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്ദ്രൻ നേരത്തെ ശ്രീകൃഷ്ണ സന്നിധാനത്തിൽ വന്ന് നമസ്കരിച്ചാണ് ഭഗവാനോട് പറഞ്ഞത് അല്ലേ? അതായത് ഈ നരകാസുരൻ ഇത്ര ദുഷ്ടതകളൊക്കെ ചെയ്യുന്നുവെന്ന്. ഇപ്പോഴോ കാര്യത്തിന്റെ സാധ്യതയെ പ്രാർത്ഥിച്ചു. സിദ്ധാർത്ഥക, സാധിച്ച കാര്യത്തോടു കൂടിയവനായി മഹാനായ ഇന്ദ്രൻ ഏതേന ഇവനോടുകൂടി വിഗൃഹ്യത യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഇന്ദ്രൻ ആദ്യം കിരീടമൊക്കെ തൊട്ട് ഭഗവാന്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചതാണ്. എന്തിനു വേണ്ടി? കാര്യം സാധിക്കാൻ വേണ്ടി. നരകാസുരൻ ഇന്ദ്രന്റെ സ്ഥാനവും അതുപോലെ അമ്മയുടെ കുണ്ടലവും വരുണന്റെ വെൺകൊറ്റ കൊടയൊക്കെ അപഹരിച്ചതാണ്. അപ്പോൾ ഭഗവാന്റെ കാലിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചത്. ഇന്ദ്രൻ ഇപ്പോ കാര്യം നേടിക്കഴിഞ്ഞു, നരകാസുരനെ വധിച്ചു. അപ്പോൾ എന്താണ്? ഇന്ദ്രൻ മതോമത്തനായി. ഇന്ദ്രൻ ഇപ്പതാ ഭഗവാനോട് തന്നെ യുദ്ധം ചെയ്യുകയാണ്. സുരാണാം ദേവന്മാരുടെയും തമ അജ്ഞാനം അഹോ ആശ്ചര്യം ആഠ്യതാം തനികതയെ നിന്ദിക്കട്ടെ. അപ്പോൾ അതായത് മനുഷ്യൻ മതം വരുമ്പോൾ ഇതാണ്, ധനസമ്പത്ത് കൂടുമ്പോൾ ഭഗവാനെ പോലും അറിയുന്നില്ല. അപ്പൊ ആദ്യം ഭഗവാനെ പ്രാർത്ഥിക്കാമല്ലോ, ഭഗവാനെ എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ. എല്ലാം കിട്ടിക്കഴിയുമ്പോഴാ ഇത് ഭഗവാനൊന്നുമല്ല തന്നത്, ഇത് എൻ്റെ മിടുക്ക് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത് എന്ന് വിചാരിക്കും. അതാണ് ഇവിടെ ഇന്ദ്രനും ചെയ്തതെന്ന് പറയാണ്. അയാജാനമ്യ കിരീടകോടിഭി പാദൗ സ്പൃശാൻ അച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യതേ മഹാൻ അഹോ സുരാണാം ച തമോ ധിക് ആഠ്യതാം. ധിക് ആഠ്യതാം എന്നുവെച്ചാൽ ആഠ്യതാം ധനികതയെ നിന്ദിക്കട്ടെ എന്ന്. അപ്പൊ ധനം കൂടുമ്പോൾ മതമുണ്ടാകുന്നു. അപ്പൊ ധനമതം ബാധിക്കാതിരിക്കുന്നത് പ്രയാസമാണ്. ഇന്ദ്രന് പോലും ധനമതം ബാധിച്ചു. അപ്പൊ നമ്മളിത് കണ്ട് നമുക്ക് ഇതുപോലെ മതം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശ്ലോകം 42. അധോ മുഹൂർത്ത ഏകസ്മിൻ ജ്ഞാനാകാരേഷു താസ്ത്രിയ യഥോ ഉപയേമേ ഭഗവാൻ സ്ഥാപദ്രൂപധരോ അവ്യയഃ. അതഃ മുഹൂർത്തഃ ഏകസ്മിൻ നാനാ ആകാരേഷു താഹാ സ്ത്രീയഃ. തദനന്തരം താഹാ സ്ത്രീയഃ, ആ സ്ത്രീകളെ, അതായത് നരകാസുരൻ പിടിച്ചു വച്ചിരുന്ന 16,000 സ്ത്രീകളെ നാനാ അകരേഷു അനേക ഭവനങ്ങളിൽ വച്ച് ഏകസ്മിൻ ഒരേ മുഹൂർത്തത്തിൽ താപത് രൂപം അത്ര രൂപം ധരിച്ചവനായ അവ്യയ നാശരഹിതനായ ഭഗവാൻ കൃഷ്ണൻ യഥാ ക്രമപ്രകാരം ഉപയമേ വിവാഹം ചെയ്തു. അപ്പൊ സ്ത്രീകളെ ഓരോരോ ഭവനം കൊട്ടാരം നിർമ്മിച്ച് അവിടെ താമസിപ്പിച്ചിട്ട് ഭഗവാൻ 16,000 രൂപം സ്വീകരിച്ച് 16,000 സ്ത്രീകളെയും വിവാഹം ചെയ്തു ഒരേ ശുഭമുഹൂർത്തത്തിൽ. അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മൾ അതിശയപ്പെട്ട കാര്യമില്ല. ഭഗവാൻ ചെയ്യുന്ന കാര്യമൊന്നും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഭഗവാനെ വിമർശിക്കുകയും വേണ്ട. ഭഗവാനെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ഭഗവാന് പിന്നെ എന്താണ് സാധിക്കാത്തത്? അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വിമർശിക്കുകയൊന്നും വേണ്ട. ഭഗവാൻ അത്രയും രൂപ എടുത്ത് ഭഗവാൻ ഓരോരുത്തരെയും ഒരേ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം ചെയ്തു. അതോ മുഹൂർത്ത ഏകസ്മിൻ ജ്ഞാനാകാരേഷു താസ്ത്രിയ യഥോപയേമേ ഭഗവാൻ താവത് രൂപധരോ വ്യയാം. ശ്ലോകം 43. ഗൃഹേഷു ദാസാം അനപായിന്യതർക്യകൃത്
നിരസ്ത സാമ്യ അതിശയേഷു അവസ്ഥിത രേമേ രമാഭിർനിജകാമ സംപ്ലുതോ തഥേതരോ കാർഹക മേധികാംശ്ചരൻ ഗൃഹേഷു താസാം അനബായി അതർക്ക കൃത്ത് അനബായി അതർക്കകൃത്ത് നിരസ്ത സാമ്യ അതിശയേഷു അവസ്ഥിത നിരസ്ത സാമ്യാതിശയേഷു നിരസിക്കപ്പെട്ട സാമ്യത്തോടും അതിശയത്തോടും കൂടിയ, അതായത് നമുക്ക് വിചാരിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണല്ലേ, ആശ്ചര്യം നടത്തുന്നതായ ഭഗവാൻ കൃഷ്ണൻ തുല്യവും അതിശയവും ഇല്ലാത്ത വിധത്തിൽ അനന്യസാധാരണമായ സമ്പത്തോടുകൂടിയിരിക്കുന്ന താസാം അവരുടെ ഗൃഹങ്ങളിൽ അനപായി പിരിയാതിരിക്കുന്നവനും അതർക്കകൃത് ആശ്ചര്യങ്ങൾ ചെയ്യുന്നവനുമായി അവസ്ഥിത വസിക്കുന്നവൻ മേധികാൻ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ ചരിക്കുന്ന ഇതരഹ യത് അന്യൻ എന്ന പോലെ നിജകാമ സംപ്ലുത നിജകാമത്തിൽ മഗ്നനായിട്ട് രമാഭികാന്തകളോടുകൂടി രമിച്ചു. അപ്പോൾ ഭഗവാൻ ഒരു ഗൃഹസ്ഥാശ്രമിയായി ഭഗവാൻ ഇത്രയും രൂപം സ്വീകരിച്ച് ഒരേ മുഹൂർത്തത്തിൽ വിവാഹം ചെയ്ത് ഒരേ സമയം അവരെ എല്ലാ പേരെയും രമിപ്പിച്ചു. 16,000 പേരല്ലേ, അല്ലാതെ ഒരാളെ സന്തോഷിപ്പിച്ചിട്ട് അടുത്തടുത്ത് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഭഗവാൻ അത്രയും രൂപം സ്വീകരിച്ചു. അപ്പോൾ ഭഗവാന്റെ മഹിമ നമുക്കൊന്നും പറയാൻ പറ്റൂല, അത് നിരതിശയമാണ്, അത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഗൃഹേഷു താസാം അനപായിന്യതർക്കകൃത് നിരസ്ത സാമ്യാതിശയേഷു അവസ്ഥിത രമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോ ഗാർഹകമേധികാംസ്തരൻ. ശ്ലോകം 44. ഇതം രമാപതിം അവാപ്യ പതിം സ്ത്രീയസ്ത ബ്രഹ്മാദയോഭിനവിദു പദവീം യദീയാം ഹ്വേജിർമുദാ വിരതം യേധിതയാനുരാഗ ആസാവലോക നവസംഗം അജൽപ ലജ്ജാഹ. ഇതം രമാപതിം അവാപ്യ പതിം സ്ത്രിയഃ താഹ ബ്രഹ്മാദയഃ അപി ന വിദു പദവീം യദീയാം ഹ്വേജുഃ മുദാ അവിരതം യേദിതയാ അനുരാഗ ഹാസ അവലോക നവ സംഗം അജൽപ ലജ്ജാഹ. യദീയാം യാതൊരുവനെ സംബന്ധിച്ച പദവി മാർഗത്തെ ബ്രഹ്മാദയാവി ബ്രഹ്മാവ് മുതലായവരും നാവിദു അറിയുന്നില്ല. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാര് പോലും ഭഗവാന്റെ ആ ഗതിയെ അറിയുന്നില്ല. ഭഗവാൻ കാണിക്കുന്ന കാര്യം ഒന്നും നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല, കാരണം ബ്രഹ്മാവി ദേവന്മാർക്ക് പോലും അതറിയുന്നില്ല. താഹ സ്ത്രീയഹ ആ സ്ത്രീകൾ രമാപതിയും മഹാലക്ഷ്മി കാന്തനായ ആ ഭഗവാനെ ഇതം ഇപ്രകാരം പതിം ഭർത്താവായിട്ട് അവാപ്യ പ്രാപിച്ചിട്ട് അവിരതം എപ്പോഴും ഏധിയ വർദ്ധിച്ചതായ മുത സന്തോഷത്തോടുകൂടി അനുരാഗഹാസാവലോക നവസംഗ അജൽപലജ്ജ. അനുരാഗം ചിരി, ഹാസം ചിരി, അനുരാഗം അനുരാഗം കാണിക്കുന്ന പ്രേമം കാണിക്കുന്നത് ഹാസം ചിരി, അതായത് അനുരാഗത്തോടുകൂടി പ്രേമത്തോടുകൂടി ചിരി, ഹാസം അവലോകം നോട്ടം, നവ സംഗം നൂതനമായ ചേർച്ച, ജൽപം അജൽപം സംഗമ ജൽപ എന്നാണ്. നവസംഗമം ജൽപ എന്ന് പറഞ്ഞാൽ ചേർച്ച, പിന്നെ ലജ്ജ, ചേർച്ചയും സംഘം ചേർച്ച, ജൽപ്പം നേരം പോക്ക് പറയുക, പിന്നെ ലജ്ജ എന്നിവയെ ഭേജു പ്രദർശിപ്പിച്ചു. അപ്പൊ അവരെ അനുരാഗത്തോട് ഭഗവാനെ നോക്കുകയും ചിരിക്കുകയും പിന്നെ ഭഗവാനുമായിട്ട് ഒന്നിക്കുകയും സംഭാഷണം ചെയ്യുകയും ലജ്ജിക്കുകയും ഒക്കെ ചെയ്യുന്നു.
അപ്പൊ ഇവരുടെ ഭാഗ്യം ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കിട്ടിയിട്ടില്ല. ഇതുപോലെ ഭഗവാനോട് സംഗമം, അടുത്ത് ഇടപഴകാനും ഭഗവാനെ സ്നേഹിക്കാനും ഒക്കെയുള്ള അവസരം ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കിട്ടിയിട്ടില്ല. ഇതം രമാപതിമവാപ്യ പതിം സ്ത്രീയസ്തദാ ബ്രഹ്മാദയോപിന വിദുപദവീമതീയാം വേജിർമുദാവിരതം ഏതിദയാനുരാഗ ആസാവലോക നവസംഗമ ജൽപ്പലജ്ജാഹ നവസംഗമ ജൽപ്പലജ്ജാഹ. ശ്ലോകം 45. പ്രത്യുദ്ഗമാസന വരാർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ കേശപ്രസാര ശയന സ്നപനോ ഉപഹാര്യൈർ ദാസീശതാഭി വിഭോർ വിദതുസ്മദാസ്യം. ഇപ്പൊ ഭഗവാൻ എല്ലാ സൗകര്യവും അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. പ്രത്യുദ്ഗമ ആസന വരാർഹണ പാദശൗച, അതൊരു സമസ്ത പദമായിട്ട് വരും. താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ. അപ്പൊ ഈ സ്ത്രീകളില് ഓരോരുത്തർക്കും ദാസീശതം 100 ലാസ്റ്റ് ലൈന് ദാസീശതം അഭിവിഭോർ വിധതു സ്മ ദാസ്യം. 100 ദാസിമാരെ വീതം ഓരോരുത്തർക്കും. അവർ ഭഗവാൻ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രത്യുദ്ഗമ എതിരേറ്റ് വന്ന് ആസന സിംഹാസനം കൊടുത്തിരുത്തും. വരാർഹണ അർഘ്യ പാദ്യാദികൾ സമർപ്പിക്കും. പാദശൗച കാൽ കഴുകി കൊടുക്കും. താംബൂലം നൽകും. വിശ്രമണ കാൽ തലോടി കൊടുക്കും, വീശിക്കൊടുക്കും. ചന്ദനം പൂശിക്കൊടുക്കും. പൂമാല കെട്ടി ചാർത്തി കൊടുക്കും. തലമുടി വിതറി കെട്ടിക്കൊടുക്കും. കുളിപ്പിക്കും. ഭക്ഷണം കൊടുക്കും. എന്നീ പ്രവൃത്തികൾ ചെയ്ത് അവർ ദാസ്യഭാവത്തെ അംഗീകരിച്ചു. അതാണ് ഇവിടെ 2 വരിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യുദ്ഗമ ആസന വരാർഹണ പാദശൗചൗ താംബൂല വിശ്രമണ വീജന വീശുക ഗന്ധമാല്യൈ. പിന്നെ കേശപ്രസാര ശയന, അപ്പം മുടി ഇതൊക്കെ ചീകി കെട്ടിക്കൊടുക്കും. ശയന ഉറക്കാൻ പിന്നെ എല്ലാം വിരിച്ചൊക്കെ കൊടുക്കും. സ്നപനോ ഉപഹാര്യേ, സ്നപനം എന്ന് വെച്ചാൽ കുളിപ്പിക്കുക. ഉപഹാര്യ ഭക്ഷണം കൊടുക്കുക. അങ്ങനെയെല്ലാം അവർ ചെയ്യും. അവർക്കെല്ലാം ദാസീശത 100 വീതം ദാസികളെയും കൊടുത്തു. അപ്പൊ ഇവര് പക്ഷെ ഭഗവാൻ വരുമ്പോൾ ഇവർ തന്നെ ഇതെല്ലാം ചെയ്യും. ദാസിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. പ്രത്യുദ്ഗമാസന വരാർഹണപാദ ശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യൈ കേശപ്രസാര ശയന സ്നപനോപഹാര്യൈ ദാസീശതാഭി വിഭോർ വിദതുസ്മ ദാസ്യം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതാപഹരണ നരകവധോ നാമ ഏകോന ഷഷ്ടിതമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.